ചങ്ങായിമാരെ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ ഇന്ന് നടന്ന 2 വാർത്തകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ വാർത്ത, കുഴിമന്തിയുടെ പരസ്യത്തിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ മുതൽ സംഘപരിവാർ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. അതിലെ രണ്ടാമത്തെ വാർത്ത, മദ്രസ കുട്ടികളെ സംഘപരിവാറിന്റെ നാടുകളെ രാത്രി ഭീകരമായി ആക്രമിച്ചിട്ടും ആ സംഭവത്തെ ഇതുവരെ ഒരു മുസ്ലിമോ ഒരു മുസ്ലിം സംഘടനയോ വർഗീയതയാക്കാൻ വേണ്ടി ശ്രമിക്കാത്തതുമാണ് രണ്ടാമത്തെ വാർത്ത. നമുക്ക് ആദ്യത്തെ കുഴിമന്തി വാർത്തയിലേക്ക് പോകാം. ഒരു ബോധവും വിവരമില്ലാത്ത ഒരു കുഴിമന്തി റെസ്റ്റോറന്റുകാരെ കാണിച്ച തെണ്ടിത്തരത്തിന് കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തം ഇന്ന് തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഴിമന്തിക്കാരൻ തന്റെ കടക്ക് റീച്ച് കിട്ടാൻ വേണ്ടി വിഷുവിന്റെ അന്ന് ഉണ്ടാക്കിയ പോസ്റ്റ് ഉണ്ടല്ല, കുഴിമന്തി കഴിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഇല്ലേ, അതായിരുന്നു വെച്ചത്. അപ്പൊ തന്നെ ആ പോസ്റ്റ് കണ്ടപാട് സംഘപരിവാർ ചാടി അങ്ങ് വീണ്. അവരാണെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ തന്നെ അത് പിടിച്ച് കയറാൻ നിൽക്കുന്നവരാണ്. അവർക്കുണ്ടല്ല ഇത് മതിയല്ലോ, ഈ പോസ്റ്റ് മതിയല്ലോ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഈ പോസ്റ്റിന്റെ മേലേക്ക് കേരളത്തിലെ സംഘപരിവാർ വീണിട്ടുണ്ടല്ല, കേരളത്തിലെ മുസ്ലിങ്ങളെ മൊത്തം ഉണ്ടല്ല അവരിപ്പോ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുന്നു. ബോധവും വിവരമില്ലാത്ത ആ കുഴിമന്തിക്കാരനുണ്ടല്ല ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞു. പക്ഷെ സംഘപരിവാർ ആ മാപ്പ് കൊണ്ടൊന്നും തൃപ്തിയാവില്ലല്ലോ. അവർക്കുണ്ടല്ല ഇതിന്റെ പേരിൽ ഒരു വർഗീയത ഉണ്ടാക്കിയിട്ട് കേരളം എങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കണം. അതിന്റെ ഇടയിലാണ് ബോധമില്ലാത്ത ഇവരെപ്പോഴത്തെ കുഴിമന്തിക്കാർ കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങളെ അടിക്കാൻ വേണ്ടിട്ട് വടിയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ വേറൊരു കാര്യം എന്താ പറയാ, കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തം ഉണ്ടല്ല ആ കുഴിമന്തിക്കാരൻ ചെയ്തത് വളരെ തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോലും ആ കുഴിമന്തിക്കാരനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയുണ്ടല്ലോ, മദ്രസയിലെ കുട്ടികളെ സംഘപരിവാർ ആക്രമിച്ച കേസ്, ആ സംഭവമില്ല നമ്മളെ കേരളത്തിൽ ഏറെക്കുറെ ആരും അറിഞ്ഞ മട്ടില്ല, അറിഞ്ഞ ഭാവമുണ്ടില്ല, അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ശ്രീകൃഷ്ണന്റെ ചിത്രം ഉണ്ടല്ല മന്തിയുടെ പരസ്യത്തിൽ കാണിച്ചത് തെറ്റാണെങ്കിൽ അതിലും വലിയ തെറ്റാണ് തലയിൽ തൊപ്പി കണ്ടിട്ട് സംഘപരിവാർ ആ മദ്രസയിലെ കുട്ടികളെ ഭീകരമായി മർദ്ദിച്ചത്. പക്ഷെ കേരളത്തിൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് കുഴിമന്തിയിലെ ശ്രീകൃഷ്ണന്റെ വിഷയം മാത്രം കുരുപൊട്ടുകയും എന്നാൽ മദ്രസയിലെ കുട്ടികളിലെ തൊപ്പി വെച്ച കുട്ടികളെ സംഘപരിവാർ ആക്രമിച്ചത് യാതൊരു കുരുപൊട്ടില്ലാതിരിക്കുന്നത് വളരെ തെറ്റാണ്, വളരെ വൃത്തികെട്ട കാര്യമാണ്. എന്തായാലും മദ്രസയിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞതിന് മുമ്പിലെ കുഴിമന്തിന്റെ കേസ് ഉണ്ടല്ല, ഈ സംഭവം അറിഞ്ഞപാട് നമ്മളെ വിശകലനം ഉണ്ടല്ല ഒരു പോസ്റ്റ് ഇട്ട്, ഒരു വർഗീയത നിറഞ്ഞ വൃത്തികേട് മാത്രം നിറഞ്ഞ ഒരു പോസ്റ്റ്, മുസ്ലിങ്ങളെ മൊത്തം വർഗീയവാദികളായിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ഞാൻ ആദ്യം വായിക്കാം. ഇതെന്താ മാപ്പിളെ, ചേർത്തല മനോരമ കവലയ്ക്ക് വടക്കുവശത്തുള്ള മെഹർമന്തി ആൻഡ് ഗ്രിൽസ് എന്ന സ്ഥാപനത്തിന്റെ വിഷുവാശംസ കാർഡാണിത്. ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ബിരിയാണി വെച്ച് അതിന് മേലെ ചിക്കൻ ഫ്രൈ വെച്ച ചിത്രം വിഷുവാശംസ കാർഡായി ഇറക്കിയിരിക്കുന്നു. ഇത് കേവലം വിഷുവാശംസ കാർഡ് മാത്രമാണോ? ഈ തെമ്മാടിത്തരം വെച്ച് പൊറുപ്പിക്കരുത്. ആ കട കച്ചവടത്തിന് വേണ്ടി തുറന്നല്ല, TCSൽ കണ്ടതുപോലെ ദുരുദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ കട അധികൃതർ തന്നെ പൂട്ടിക്കുമെന്ന് കരുതാം. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർ ആ പണി ഏറ്റെടുക്കേണ്ടി വരും. അതത്ര സുഖമുള്ള ഏർപ്പാടാകില്ല. കണ്ടല്ലോ തക്കം പാർത്തിരുന്ന വേട്ടക്കാരനെ പോലെ സംഘപരിവാർ വിശകലനമില്ല ഈ അവസരം അങ്ങ് മുതലെടുത്ത്. ഈ സംഭവത്തിന്റെ പേരിൽ കേരളത്തിൽ പരമാവധി വർഗീയത ആളിക്കത്തിക്കാനാണ് സംഘപരിവാറിന്റെയും വിശകലന അടക്കമുള്ള നേതാക്കന്മാരുടെയും ഒക്കെ ശ്രമം. നേരെ മറിച്ച് മദ്രസയിലെ കുട്ടികളെ സംഘപരിവാറിന്റെ നാരികൾ ആക്രമിച്ച വിഷയമുണ്ടല്ല, ഒരു മുസ്ലിമും ഒരു മുസ്ലിം പണ്ഡിതനും ഇതുവരെ വർഗീയതയാക്കാനോ വർഗീയതയിലേക്ക് കൊണ്ടുപോകാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതാണ് സംഘപരിവാറും മുസ്ലിം സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം, വളരെ വലിയ വ്യത്യാസം. ഞാൻ ആദ്യം തന്നെ മദ്രസയിലെ വിദ്യാർത്ഥികളെ സംഘപരിവാറിന്റെ നാരികളിലെ ആക്രമിച്ച വാർത്ത ഇവിടെ വെക്കാം. കേരളം കണ്ടിട്ട് ഞെട്ടാതെ പോയ വാർത്തയാണ്. ആ വാർത്ത നമുക്കൊന്ന് കേട്ടാലോ. ചുവരെഴുതാൻ പോയ പള്ളി ദറസ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂരിലാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റത്. പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കാണ് അസ്ലം മർദ്ദനമേറ്റത്. ആരാണ് ഇവരെ മർദ്ദിച്ചത്, എന്തിനാണ് മർദ്ദനമെന്ന് വ്യക്തമാകുന്നുണ്ടോ? പോലീസ് എന്ത് പറയുന്നു? കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപമുള്ള ചെറുവണ്ണൂരിലെ ഒരു പള്ളി ദർസിലെ വിദ്യാർത്ഥികളാണ് 4 പേർ. മുഹമ്മദ് സിനാൻ, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഉനീസ്, മുഹമ്മദ് ഷാമിൽ, അബ്ദുൽ ഹാദി, 4 പേരും അവിടെ ആ ദർസിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ചുമരെഴുതാൻ വേണ്ടി പോയിരുന്നു. അവിടെ രാവിലെ പകൽ പോവുകയും ഒരു വീട്ടിന്റെ മുന്നിൽ ചുമരെഴുതാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. അവർ അനുവാദം നൽകി രാത്രി വന്ന് ചുമരെഴുതിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരും കൂടി ചുമരെഴുതാൻ വേണ്ടിയുള്ള സാമഗ്രികളുമായി വീണ്ടും ആ വീടിന് മുന്നിലെത്തി. വീട്ടുകാർ വീണ്ടും ഒന്നുകൂടി സംസാരിച്ചപ്പോഴാണ് പിന്നീട് അവിടെ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. സന്തോഷ് ചേകാത്ത എന്നുള്ള വീടാണ്. സന്തോഷ് ചേകാത്ത, അതോടൊപ്പം തന്നെ സുരേഷ് പഴയമടത്തിൽ എന്ന് ഈ 2 പേരും ഈ കുട്ടികളോട് വളരെ വർഗീയമായ രീതിയിൽ കാര്യങ്ങൾ, ആദ്യം വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, പിന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു, പിന്നെ വർഗീയമായ കാര്യങ്ങൾ ചോദിക്കുകയും ഇത് കുട്ടികൾക്ക് സംഗതി പന്തിയല്ലെന്ന് പറഞ്ഞ് കുട്ടികളോട് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആദ്യം മുഹമ്മദ് സിനാനെ മർദ്ദിച്ചു. പിന്നെ അവിടെ അങ്ങോട്ട് മുഹമ്മദ് ഉനീസിനെ ആദ്യം മർദ്ദിച്ചു. അത് തടയാൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദ് ഷാമിലിനെ മർദ്ദിച്ചു. കാര്യമായി തന്നെ നല്ല ഇടിക്കുകയും ചവിട്ടുകയും അവിടെ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന ചെമ്പ് വളം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്നലെ അവിടെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടികളെ ആദ്യം പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഇന്നലെ പുലർച്ചെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒബ്സർവേഷനിലാണ്, നിരീക്ഷണത്തിലാണ് ഉള്ളത്. കേട്ടല്ലോ സംഘിവർഗീയവാദികളായ സുരേഷും സന്തോഷും കൂടി മദ്രസയിലെ വിദ്യാർത്ഥികളെ തൊപ്പിയിട്ട മദ്രസയിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചപ്പോ കേരളത്തിലെ ആർക്കും വേദനിച്ചില്ല. കുഴിമന്തിയിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ കണ്ടപ്പോ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിലും ആ പൊള്ളിയവർക്ക് നല്ലവണ്ണം പൊള്ളേണ്ടത് തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന സംഭവം എന്നറിയാം, മുസ്ലിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തം ഉണ്ടല്ല അതിന് മാപ്പി ചോദിക്കണം. പക്ഷെ നേരെ മറിച്ച് സംഘപരിവാറുകാരുണ്ടല്ല, മുസ്ലിങ്ങൾക്ക് നേരെ എന്ത് അക്രമം നടത്തിയാലും സംഘപരിവാറുകാർ ഒരു മാപ്പും ചോദിക്കണ്ട. അതാണ്
ഇതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്തായാലും കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയാനുള്ളത് എന്റെ അൻസാരി ഉസ്താദ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൻസാരി ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് എനിക്കും കേരളത്തിലെ മുസ്ലിങ്ങളോട് മൊത്തം പറയാനുള്ളത്. എന്തായാലും അൻസാരി ഉസ്താദ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. എന്താണ് നമ്മുടെ അവസ്ഥയല്ലേ? ആലപ്പുഴ ചേർത്തലയിൽ മന്തി റെസ്റ്റോറന്റിന്റെ വിഷു പരസ്യത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വന്നതിൽ ഉടമ അറസ്റ്റിൽ. നമ്മൾ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില അഭ്യാസങ്ങളിൽ ചിലപ്പോൾ നമ്മളെ പടച്ചം വരെ കൈവിട്ട് കളയും. എടാ, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മുടെ ആദർശത്തിലായിട്ട് ഉറച്ചു നിൽക്കുക, അതോടൊപ്പം മറ്റുള്ളവരെ അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നിങ്ങൾ നോക്ക്, വ്യക്തിപരമായിട്ട് പറയാം, 33 വർഷത്തിൻ്റെ എപ്പോഴെങ്കിലും എൻ്റെ പോസ്റ്റിൽ എവിടെയെങ്കിലും വിശ്വാസംസകൾ ഓണാശംസകൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ അവരുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അവർക്ക് ആശംസ കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് ആശ്വാസമാകുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ജുമാ നമസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ മോടെ 3 മണിക്ക് അവരുടെ ആധാരത്തിന്റെ രജിസ്റ്ററാണ്. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കുറച്ച് പടക്കം പിടിച്ചുകൊണ്ടോ കുറേ പൂക്കൾ വാരി വിതറിയുണ്ടെന്നും ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ആദർശം പണയം വെച്ചിട്ടൊന്നും ചെയ്യേണ്ടതുമില്ല. എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളത്തിന് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതേസമയത്ത് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊടുക്കൽ ഇതാണ്. ഇപ്പോൾ എടുക്കുക ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തു, റിക്വസ്റ്റ് കൊടുത്തു, മന്തിക്കടക്ക് വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു ആശംസ അറിയിക്കാൻ പറഞ്ഞു. അവർ മനോഹരമായിട്ട് ചെയ്തു തന്നു. അപ്പോൾ നീ കുടുങ്ങി, അപ്പോൾ നീ അകത്തായില്ലേ? എടാ പഹയ, ഇവിടെ നമ്മളെ കാത്തു നിൽക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ വന്നൊരു വാർത്തകൾ ശ്രദ്ധിച്ചു നോക്കി. പോയ പള്ളി ദറസ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂരിലാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റത്. പരിക്കേറ്റ 10-13 വയസ്സുള്ള ചെറിയ വിദ്യാർത്ഥികൾ, ദറസ് വിദ്യാർത്ഥികളാണ്. അവരവരുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുവർ എഴുതാൻ വേണ്ടി പോയതാണ്. ആ കുഞ്ഞുങ്ങളെ ഇടിവള വെച്ച് നിങ്ങൾ ഇടിക്കുക. മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, എന്താ ഒന്നുമില്ല, ഒരു പ്രകോപനവും ഇല്ലാതെ അവരെ കണ്ടപ്പോൾ തലയെ തൊപ്പി തോന്നി. അവരോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അർത്ഥം എന്താണെന്ന് ചോദിച്ചു. കാരണം മറ്റേ സാധനമൊക്കെ അടിച്ചു നിൽക്കുകയല്ലേ, ഇവനൊന്നും വെളിവില്ലല്ലോ. ഇവനൊക്കെ എന്ത് വെളിയും വെള്ളിയാഴ്ച തലക്ക് ബോധമൊന്നും സാധനമില്ല. ഇവനൊക്കെ ഈ രാഷ്ട്രബോധം ദേശബോധം എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇതിങ്ങനെ ഈ വികാരം കയറ്റി നടക്കാണ്. ഏതെങ്കിലും മനുഷ്യനെ കൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടാ? ഒരു ഗുണമില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരുത്തനെ ഇടിച്ച് നശിപ്പിച്ച് കൊന്നുകളഞ്ഞത്. ഇങ്ങനത്തെ കുറെ വികാരജീവികളോട് ജീവിക്കണം. ഇവനെ കൊണ്ടൊന്നും ഭൂമിക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ല. ഒരു മനുഷ്യനും എന്തിനാ അവനവന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും ഒരു മുട്ടുസൂചിയുടെ ഗുണമൊന്നും ഇവനും ചെയ്യത്തില്ല. ഈ കാണുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങ് വികാരം ഭരണപ്പെടുക. ഈ വികാരം ഭരണപ്പെടുന്നവന്റെയൊക്കെ മുമ്പിലാണ് നീയൊക്കെ ഈ മറ്റേ ആഘോഷം പറഞ്ഞു ചെല്ലുന്നത്. നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? അവനവന്റെ കാര്യം നോക്കിക്കൂടെ? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ അന്തസ്സോടുകൂടി? ഞങ്ങൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധന കർമ്മങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ ഇവിടെ ജീവിക്കുക. അങ്ങനെ ജീവിക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രേക്ഷകരായിട്ടുള്ള നാനാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം ആഘോഷങ്ങളിൽ ഞാൻ ആശംസ പറയാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അവർക്ക് ആശംസ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആശ്വാസം നൽകലാണ്. അവരെന്തെങ്കിലും പ്രയാസം എന്നോട് പറഞ്ഞു, രോഗ അവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എനിക്കറിയാം. ഞാനിത് പങ്കുവെക്കുമ്പോൾ ഏറ്റവും 99% ഈ സഹായ ഹസ്തങ്ങൾ അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് അറിയാം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. നമ്മളത് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഇതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു വഴങ്ങലും ഒരു കീഴടങ്ങലും ഞാൻ തയ്യാറല്ല. അതിന്റെ പേരിൽ തീവ്രവാദിയെന്നോ ഭീകരവാദിയെന്നോ ചുടാപ്പിന്നോ എന്ത് കുന്തം വിളിച്ചാലും എന്റെ കമന്റ് ബോക്സിൽ ഏതെങ്കിലും മറ്റേ സംഘപരിവാറുകാരൻ വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കണം. കാരണം അന്നത്തോടുകൂടി ഞാൻ മോശമായെന്ന് എൻ്റെ അർത്ഥം. സത്യം പറയുന്നതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ ഈ വികാരം ഭരണപ്പെട്ട് അവരെ ഇടിക്കുകയൊക്കെ ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്നത്. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? കച്ചവടം ചെയ്യുന്നവനാ കച്ചവടം ചെയ്യുന്ന ആ റൂട്ടിലങ്ങോട്ട് പോവുക. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഈ നാടിന്റെ സൗഹാർദ്ദവും സമത്വവും നശിപ്പിക്കാൻ നിൽക്കരുത്. ഭ്രാന്ത് പിടിച്ച കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. എന്റെ അൻസാരി ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളോട് എനിക്കും പറയാനുള്ളത്. ഭ്രാന്ത് പിടിച്ച സംഘപരിവാറുണ്ടല്ല നിങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത നന്മയൊന്നുമില്ല സംഘപരിവാറിന്റെ ഒരുത്തനും കാണില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റ്, നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ല, നിങ്ങൾ ചെയ്യാത്ത സംഭവം പോലും ഉണ്ടല്ല, അത് തെറ്റായിട്ട് സംഘപരിവാർ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരും. എന്നിട്ട് അതിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മൊത്തം ഉണ്ടല്ല വർഗീയവാദികളാക്കാൻ വേണ്ടിയാണ് സംഘപരിവാറിന്റെ ശ്രമം. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴല്ല രണ്ടു വട്ടം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം സംഘപരിവാറുണ്ടല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും പുറത്തു കൊണ്ടുവരില്ല. പക്ഷേ നിങ്ങൾ ചെയ്യാത്ത തെറ്റുണ്ടല്ല, ചെയ്യാത്ത തെറ്റ് മാത്രമാണ് അവർ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പൊ ഒരിക്കൽ കൂടി ഒരുപാട് വേദനയോട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.